ഹായ്, നമസ്കാരം. ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അടുത്ത മാസം അതായത് മെയ് 17 നടക്കാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് അതായത് PYQ ആണ്. നമുക്കറിയാം 20 മാർക്കിനാണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉള്ളത്. 2022, 23, 24 ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നടത്തിയ PSC ചോദിച്ചിട്ടുള്ള PYQs അതായത് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള PYQ ചോദ്യങ്ങൾ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, 23 വയസ്സാണ്. ഇനി താഴെ കാണുന്ന പ്രസ്താവനകളെ കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1. ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ലോക ആരോഗ്യ ദിനമായിട്ടുള്ള ഏപ്രിൽ 7 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. 3. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അപ്പോൾ കേരളത്തിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് മദ്യശാലകൾ അടഞ്ഞു കിടക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ശരിയായത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എടുത്തു പറയുന്നുണ്ട് ഏതൊക്കെ ദിവസങ്ങളിലാണ്. 1. നമ്മുടെ ഗാന്ധി ജയന്തിയുടെ അന്നായിട്ടുള്ള ഒക്ടോബർ 2, അതുപോലെ ഗാന്ധിജി രക്തസാക്ഷിത്വം വഹിച്ച ജനുവരി 30, അങ്ങനെ 2 ദിവസമായ 1 ഗാന്ധി ജയന്തിന്റെ അന്നായിട്ടുള്ള ഒക്ടോബർ 2, പിന്നെ ഗാന്ധിജി രക്തസാക്ഷിത്വം വഹിച്ച ജനുവരി 30. പിന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു സമാധിയും ജയന്തിയും ഈ 2 ദിവസം എന്താണ്, മദ്യശാലകൾ അടഞ്ഞു കിടക്കണം. അതുപോലെ പോളിംഗ് അവസാനിക്കുന്ന, അതായത് ഇലക്ഷൻ നടക്കുന്ന മണ്ഡലത്തിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂർ എന്ത് ചെയ്യണം, മദ്യശാലകൾ അടഞ്ഞു കിടക്കണം. അതുപോലെ വോട്ട് എണ്ണുന്ന ദിവസം എന്ത് ചെയ്യണം, മദ്യശാലകൾ അടഞ്ഞു കിടക്കണം. അതുപോലെ എല്ലാ മാസത്തെയും 1-ാം തീയതി എന്താണ്, മദ്യശാലകൾ അടഞ്ഞു കിടക്കണം. അതുപോലെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ടുള്ള ജൂൺ 26 എന്ത് ചെയ്യണം, മദ്യശാലകൾ അടഞ്ഞു കിടക്കണം. അതുപോലെ ദുഃഖവെള്ളിക്കും എന്താണ്, കേരളത്തിൽ മദ്യശാലകൾ അവധിയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ജനുവരി 30 നമ്മൾ പറഞ്ഞു എന്താ, ഗാന്ധിജി രക്തസാക്ഷിത്വം വഹിച്ച ദിവസമാണ് ജനുവരി 30. അന്ന് എന്ത് ചെയ്യണം, എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ലോക ആരോഗ്യ ദിനമായിട്ടുള്ള ഏപ്രിൽ 7 അത് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് തെറ്റാണ്. പിന്നെന്താ, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ടുള്ള ജൂൺ 26 എന്ത് ചെയ്യണം, എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. പിന്നെ ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ മദ്യശാലകൾ അടഞ്ഞു കിടക്കണം. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 3, 4 അല്ലെ, 1, 3, 4 എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ ജസ്റ്റ് പഠിച്ചു നോക്കുക ഏതൊക്കെ ദിവസങ്ങളിലാണ് കേരളത്തിൽ ഡ്രൈ ഡേയ്സ് ആയിട്ട് ആചരിക്കുന്നത്. 1 ഗാന്ധി ജയന്തി, ഗാന്ധി പിന്നെ രക്തസാക്ഷിത്വം വഹിച്ച ജനുവരി 30. അപ്പോൾ ഒക്ടോബർ 2 ജനുവരി 30 എന്താണ്, മദ്യശാലകൾ കേരളത്തിൽ അടഞ്ഞു കിടക്കണം. അതേപോലെ ശ്രീനാരായണ ഗുരു ജയന്തിയുടെ അന്നും സമാധിയുടെ അന്നും എന്ത് ചെയ്യണം, മദ്യശാലകൾ അടഞ്ഞു കിടക്കണം. പിന്നെ ഇലക്ഷൻ നടക്കുന്ന ആ പോളിംഗ് അവസാനിക്കുന്ന, അതായത് ഇലക്ഷൻ നടക്കുന്ന മണ്ഡലത്തിലെ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂർ എന്ത് ചെയ്യണം, ബീവറേജ് ഒക്കെ അടഞ്ഞു കിടക്കണം. പിന്നെ വോട്ട് എണ്ണുന്ന ദിവസം എന്ത് ചെയ്യണം, ബീവറേജ് അടഞ്ഞു കിടക്കണം. പിന്നെ എല്ലാ മാസത്തെയും 1-ാം തീയതി, ഇംഗ്ലീഷ് മാസത്തെ ആദ്യത്തെ ദിവസം എന്താണ്, 1-ാം തീയതി എന്താണ്, എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. പിന്നെ ഏതായിരുന്നു, ദുഃഖവെള്ളി അടഞ്ഞു കിടക്കേണ്ടതാണ്. പിന്നെ ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ടുള്ള അന്നും അടഞ്ഞു കിടക്കണം. ഇനി അടുത്ത ചോദ്യം, പട്ടികയിലെ മദ്യയിനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. അതായത് ലൈസൻസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യണം, കയ്യിൽ വെക്കാവുന്ന മദ്യത്തിന്റെ ഏറ്റവും പരമാവധി അളവാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഇതിൽ നമുക്ക് ശരിയായിട്ടുള്ളത് 2 ഉള്ളൂ. അതായത് പിന്നെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വിഡും അതേപോലെ ബിയറിന്റെ അളവാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ബാക്കിയൊക്കെ അളവുകൾ എന്താണ്, തെറ്റാട്ടോ. ജസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. കള്ള് എത്രയാന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്നത് 2.5 ആണ്, അത് തെറ്റാണ്. എത്രയാ, 1.5 മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കള്ള് നമ്മുടെ കൈവശം വെക്കാൻ കഴിയുള്ളൂ. അതുപോലെ IMF ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വിഡ് ആണെങ്കിൽ എത്രയാ, 3 ലിറ്റർ വെക്കാൻ പറ്റും. ബിയർ 3.5 ലിറ്റർ. വൈൻ ആണെങ്കിൽ എത്രയാ, 3.5 ലിറ്റർ. അതുപോലെ FMF ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ആണെങ്കിൽ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ആണെങ്കിൽ 2.5. കൊക്കോ ബ്രാൻഡി ആണെങ്കിൽ 1 ലിറ്ററും ആട്ടോ, 1 ലിറ്ററുമാണ്.
ഈ അളവ് ജസ്റ്റ് പഠിച്ചു വെക്കണം. കണ്ടോ, അതേപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് പഠിച്ചു വെക്കുക. കള്ളാണെങ്കിൽ എത്രയാ? കള്ള് 1.5 ലിറ്റർ, ബിയർ ആണെങ്കിൽ 3.5, വൈന് 3.5, FMFL ചോദിച്ചാൽ 2.5, കൊക്കോവ ആണെങ്കിൽ എത്രയാ? 1 ലിറ്റർ ആണ്. IMFL ചോദിച്ചാൽ 3 ലിറ്ററുമാണ്. ഇനി കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായിട്ട് നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായിട്ട് നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാ? 1997 ഇനി NDPS ആക്ട് 1985 ബാധകമായ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? NDPS ആക്ട് 1985 ബാധകമായിട്ടുള്ള പ്രദേശങ്ങൾ ചോദിച്ചാൽ എവിടെയാ? ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഏത് ആക്ട് ബാധകമാണ്? NDPS ആക്ട് ബാധകമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിൽ എന്താണ്? NDPS ആക്ട് ബാധകമാണ്. ഇനി 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ ചോദിച്ചാൽ എത്രയാ? ഓപ്ഷൻ സി ആണ്. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തി കഴിഞ്ഞാൽ NDPS ആക്ട് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ ചോദിച്ചാൽ എത്രയാ? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. ഇനി മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല ഏതാണ്? തന്നിരിക്കുന്നതിൽ മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല ഓപ്ഷൻ ഡി ആണ്. CH3OH കേട്ടോ. CH3OH ആണ്. ഇനി കേരളത്തിലെ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. 37.5 ആണ്. 37.5 ആണ്. ഇനി ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്താണ്? എന്താ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ വിദേശ മദ്യഷാപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത്, തെറ്റായിട്ടുള്ളത്, തെറ്റാണ് വേണ്ടത്. നമുക്ക് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവന നമ്മളിപ്പോൾ തൊട്ടു മുമ്പ് പഠിച്ച കാര്യമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിവസം വിദേശ മദ്യഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കാം പറ്റുമോ? കേരളത്തിലെ ഒരു മദ്യഷാപ്പുകളും തുറക്കാൻ പറ്റാത്ത 2 പേരെ കാര്യം ഓർത്തു വെക്കണം. ഒന്ന് ഗാന്ധിജി ജനിച്ച ദിവസവും മരിച്ച ദിവസവും, അതേപോലെ ശ്രീനാരായണ ഗുരു ജയന്തിയുടെ അന്നും സമാധിയുടെ അന്നും എന്ത് ചെയ്യാൻ പറ്റൂല? മദ്യഷാപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റൂല കേരളത്തിൽ. അപ്പൊ ഇത് തെറ്റാണ്. ഇനി ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം മദ്യഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. ശരിയാണ്. മഹാത്മാഗാന്ധി ജനിച്ച ദിവസം വിദേശ മദ്യഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കാം. അതും തെറ്റാണ്. ഈ 2 ദിവസം എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു മദ്യഷാപ്പുകളും കേരളത്തിൽ തുറക്കാൻ പറ്റൂല. 2 ദിവസം എന്നല്ല, നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ ദിവസങ്ങളുണ്ടല്ലോ. ഗാന്ധി ജയന്തിന്റെ അന്ന്, അതുപോലെ ഗാന്ധി മരിച്ച ദിവസം, ഗുരു ജയന്തി, ഗുരു സമാധി, അതുപോലെ പോളിംഗ് നടക്കുന്ന 48 മണിക്കൂർ, ഇംഗ്ലീഷ് മാസത്തിലെ 1-ാം തീയതി, ആ ദിവസങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല? കേരളത്തിൽ മദ്യഷാപ്പുകൾ തുറക്കാൻ പറ്റൂല. ഇനി കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എത്രയാണ്? കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ്. ഓപ്ഷൻ എ ആണ്. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ്, അതാ നോക്കേണ്ടത്. FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം ചോദിച്ചാൽ രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ്. ഇനി FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാനാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ് എത്രയാണ്? FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്.
180 ml ആട്ടോ. എത്രയാ? 180 ml ആണ്. ഇവിടെ ഒരു കാര്യം ഓർക്കണം, FL1 എന്നുള്ള ലൈസൻസ് നമ്പർ ഒന്ന് ഓർത്തു വെക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്ക് വാങ്ങാൻ കഴിയുന്ന വിദേശ മദ്യത്തിന്റെ അളവ് ചോദിച്ചാൽ എത്രയാ? 180 ml ആണ്. ഇനി താഴെത്തറിയുന്ന പ്രസ്താവനകളിൽ നിന്ന് കോട്ട്പാ നിയമപ്രകാരം ശരിയായത് ഏതൊക്കെയാന്ന് കണ്ടെത്തുക. കോട്ട്പാ നിയമപ്രകാരം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: 1. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപാദനം നടത്തുവാൻ പാടില്ല. അതെന്താണ്? ശരിയല്ല അല്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റൂല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടുള്ളതല്ല. 18 വയസ്സ് തികയാത്ത ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. 3 പ്രസ്താവനകളും കോട്ട്പയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. സ്കൂളുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ പരിധിക്കുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റൂല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. 18 വയസ്സ് തികയാത്ത ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. ഇനി കോട്ട്പാ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത് എത്ര മുറികളുള്ള ഹോട്ടലിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? ഓപ്ഷൻ ബി ആണ് 30 കേട്ടോ. 30 ആണ്. കോട്ട്പാ നിയമപ്രകാരം 30 മുറികളുള്ള ഒരു ഹോട്ടൽ എന്ത് ചെയ്തിരിക്കണം? സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടതാണ്. ഇനി സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്താണ് പ്രദർശിപ്പിക്കേണ്ടത്? സിഗരറ്റ് ഉപയോഗിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മുന്നറിയിപ്പ് ചിത്രങ്ങൾ സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിക്കണം? എത്രയാ? ഓപ്ഷൻ ബി ആണ് 85% ഭാഗത്ത് എന്തായിരിക്കണം? ദൂഷ്യഫലങ്ങളെ കുറിച്ച് കാണിക്കുന്ന പരസ്യം നൽകിയിരിക്കണം. ഇനി കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയതും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ഏതാണ്? കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനാണേത്? വിമുക്തി മിഷൻ. ഇനി 97 PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി 98ാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47മായി ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കുക. ആർട്ടിക്കിൾ 47 എന്താ പറയുന്നത്? നമ്മുടെ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗത്തല്ലേ 47 വരുന്നത്. എന്താ പറയുന്നത്? ലഹരി പദാർത്ഥങ്ങളുടെ നിരോധനത്തെക്കുറിച്ച് സ്റ്റേറ്റിന്റെ കടമയാണ് അല്ലെ, സ്റ്റേറ്റിനെ നിർദ്ദേശിക്കുന്നതാണ് ഇത് ആർട്ടിക്കിൾ 47 അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതിക്കാം? ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെ മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ കഴിയും. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാർ നിരോധിക്കാൻ കഴിയില്ല. തെറ്റ്. കഴിയും. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും അല്ലെ. മദ്യനിരോധനമുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഏത്? ഗുജറാത്ത് അല്ലെ. ഇന്ത്യയിൽ മദ്യനിരോധനമുള്ള സംസ്ഥാനം ചോദിച്ചാൽ എവിടെയാ? ഗുജറാത്ത് എന്താണ്? സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള സംസ്ഥാനമാണ്. അത് ആർട്ടിക്കിൾ 47 പ്രകാരമാണ് എന്ത് ചെയ്തത്? സമ്പൂർണ്ണ മദ്യനിരോധനം കൊണ്ടുവന്നത്. അപ്പൊ ഇതില് നമ്മൾ ശരിയായ പ്രസ്താവനകൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? IT ആക്ട് 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ കമ്പനി ബാധ്യസ്ഥനാണ്, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം ബാധ്യസ്ഥനാണ്, വ്യക്തി ബാധ്യസ്ഥനാണ്. 3 പേരും എന്താണ്? നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. 100ാമത്തെ ചോദ്യം: ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായിട്ടോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഇതിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? ഓപ്ഷൻ സി ആണ്. 55D ആണ്. ഇനി അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വെക്കാനും ഉപയോഗിക്കാനും അനുവാദമുള്ളത്? എനിക്ക് തോന്നുന്നു ഈ 3 ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ എല്ലാ വർഷത്തെ, അതായത് 3 എക്സൈസ് ഓഫീസർ എക്സാം ആണല്ലോ നമുക്ക് കഴിഞ്ഞത്. ആ 3 എക്സാമിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര വയസ്സാ? ഓപ്ഷൻ ഡി ആണ്. 23 വയസ്സ് അല്ലെ. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വെക്കാനും ഉപയോഗിക്കാനും അനുവാദമുള്ളത് എന്ന് ചോദിച്ചാൽ എത്രയാ? 23 വയസ്സാണ്.
ഇനി താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയിട്ട് വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വരുന്നത് ഏതേ ഉള്ളൂ ഇവിടെ? ദുഃഖവെള്ളി. ഓപ്ഷൻ എ ദുഃഖവെള്ളി മാത്രമേ എന്തുള്ളൂ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കാൻ തന്നിരിക്കുന്നതിലുള്ളൂ കേട്ടോ. തന്നിരിക്കുന്നതിൽ ഡ്രൈ ഡേ ആയിട്ട് ഏതാ? ദുഃഖവെള്ളിയാണ്. ഇനി താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിലുള്ളവർക്കുമാണ് കള്ള് ഷാപ്പുകളിൽ പരിശോധന നടത്താൻ അധികാരമുള്ളത്? അതായത് കള്ള് ഷാപ്പുകളിൽ പരിശോധന നടത്താൻ ഏത് ഓഫീസർ മുതൽ മേലോട്ടുള്ള ആളുകൾക്കാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്. എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ മുതൽ അതിന്റെ മുകളിലോട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കള്ള് ഷാപ്പുകളിൽ പരിശോധന നടത്താൻ കഴിയും. ഓപ്ഷൻ ബി ആണ്. എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറിന് മുകളിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കള്ള് ഷാപ്പുകളിൽ പരിശോധന നടത്താൻ കഴിയും. ഇനി NDPS നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? ഓപ്ഷൻ ഡി ആണ്. 31A പ്രകാരമാണ്. ഇനി 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? 15 കിലോ കഞ്ചാവ് കൈവശം വെച്ച് കടത്തുന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? ഏതാ? ഓപ്ഷൻ ബി ആണ്. 20B സെക്കൻഡ് കേട്ടോ. ഓപ്ഷൻ ബി 20B സെക്കൻഡ്. ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്. ന്യൂട്രൽ സ്പിരിറ്റ് കേട്ടോ. ഏതാ? ന്യൂട്രൽ സ്പിരിറ്റ്. ഇനി സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റാൻ താഴെ പറയുന്നവയിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? സ്പിരിറ്റ് ഇത് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്. ക്രൂഡ് പിരിഡിൻ കേട്ടോ. ഏതാ? ക്രൂഡ് പിരിഡിനാ കേട്ടോ. ക്രൂഡ് പിരിഡിന്. ഇനി ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്ന മൊളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം ഏതാ? ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്ന മൊളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നീലയാണ്. ഏതാ? നീലയാണ്. ഇനി താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയായത് ഏതാന്ന് കണ്ടെത്തുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത് പഠിച്ചു വെച്ചാൽ മതി. FL4A എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് ലൈസൻസ് ആണ്. FL6 സ്പെഷ്യൽ ലൈസൻസ്, FL9 വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസ്, FL11 ബിയർ വൈന് പാർലർ ലൈസൻസ്. ഇത് പഠിച്ചു വെച്ചോ. അടുത്ത എക്സാമിൽ ചിലപ്പോൾ ചോദിച്ചാലോ FL11 എന്തുമായി ബന്ധപ്പെട്ട ലൈസൻസ് ആണ്, അതുപോലെ FL9 എന്തുമായി ബന്ധപ്പെട്ട ലൈസൻസ് ആണ് എങ്ങാനും ചോദിച്ചാൽ എഴുതി വെക്കാമല്ലോ നമുക്ക്. അപ്പോൾ നോക്കി നോക്കുക. FL4A എന്താ? ക്ലബ്ബ് ലൈസൻസ്, FL6 സ്പെഷ്യൽ ലൈസൻസ്, FL9 വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസ്, FL11 ബിയർ വൈൻ പാർലർ ലൈസൻസ്. ഇനി 91ാമത്തെ ചോദ്യം. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി എത്രയാണ്? വിദേശ മദ്യ ചില്ലറ അല്ലെങ്കിൽ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂളുകൾ കോളേജുകളിൽ നിന്ന് വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരപരിധി എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 200 മീറ്റർ കേട്ടോ. ഏതാ? 200 മീറ്റർ ആണ്. ഇനി താഴെ പറയുന്നതിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏതാ? താഴെ തന്നിരിക്കുന്നതിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഓഗസ്റ്റ് 15 നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. ജൂൺ 26 നമ്മൾ പറഞ്ഞു. ജനുവരി 30 പറഞ്ഞതാണ്. ഒക്ടോബർ 2 പറഞ്ഞതാണ്. ഇനി പൊതുസ്ഥലത്തെ പുകവലി നിരോധിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരം? പൊതുസ്ഥലത്ത് പുകവലി നിരോധിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ സി വകുപ്പ് 4 പ്രകാരം. ഇനി സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവില് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ എത്രയാണ്? സ്കൂൾ പരിസരത്ത് 100 മീറ്ററിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ ചോദിച്ചാൽ എത്രയാ? ഓപ്ഷൻ സി ആണ്. 200 രൂപയാണ്. ഇനി ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത്
പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കണം. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലെ. എത്രയാ 85%. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകണം ചോദിച്ചാൽ 85%. ഇനി ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിക്കുന്നത്? ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തില? ആർട്ടിക്കിൾ 47 മദ്യ നിരോധനം. ഇനി ലഹരി വിരുദ്ധ ക്യാമ്പയിനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാ? ലഹരി വിരുദ്ധ ക്യാമ്പയിനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, മുഖ്യമന്ത്രിയാണ്. ഇനി കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? വീണ്ടും ചോദിച്ചത് എത്രയാ? 23 വയസ്സല്ല. എത്ര? 23 വയസ്സാണ്. ഇനി IT ആക്ട് പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? IT ആക്ട് പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, ജീവപര്യന്തം തടവാണ്. ഇനി IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾക്ക് ജാമ്യം ലഭിക്കാവുന്നതാണ്. IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം എത്ര വർഷം തടവ് ശിക്ഷ പ്രതിപാദിക്കുന്ന കുറ്റങ്ങൾക്കാണ് ജാമ്യം ലഭിക്കുന്നത്? എത്രയാ? മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല എന്നാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റമാണ്. മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ തന്നിരിക്കുന്നതിൽ, അതായത് അബ്കാരി ആക്ട് പ്രകാരം പൊതുസ്ഥലത്ത് വെച്ചിട്ട് മദ്യപിക്കുന്നത് എന്താണ്? അബ്കാരി ആക്ട് പ്രകാരം കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. ഈ പൊതുസ്ഥലം എന്നതുകൊണ്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? അതിൽ ഉൾപ്പെടാത്തത് ഏതാണ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പോലീസ് സ്റ്റേഷൻ ഉണ്ട്, റെസ്റ്റ് ഹൗസിൽ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി, ചരക്ക് വാഹനം, റെസ്റ്റോറന്റിലെ ഡൈനിങ് റൂം. അപ്പൊ ഈ 4 ഓപ്ഷനിൽ ഏതാണ് പൊതുസ്ഥലം എന്ന നിർവചനത്തിൽ വരാത്തത് എന്ന് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി എന്തല്ല? പൊതുസ്ഥലം എന്ന നിർവചനത്തിൽ വരുന്നതല്ല. ബാക്കിയൊക്കെ എന്താ? പൊതുസ്ഥലം എന്ന നിർവചനത്തിൽ വരുന്നതാണ്. പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും അതുപോലെ ചരക്ക് വാഹനമാണെങ്കിൽ റെസ്റ്റോറന്റിലെ ഡൈനിങ് റൂം, ഇതൊക്കെ എന്താണ്? പൊതുസ്ഥലമാണ്. നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു സ്വകാര്യ മുറി എന്ന് പറയുന്നത് എന്തല്ല? അതൊരു പൊതുസ്ഥലമല്ല. ഇനി അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ട്രാൻസിറ്റ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നതിനെയാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ മീനിങ് അറിഞ്ഞാൽ തന്നെ ഇംഗ്ലീഷിലൊരു ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ കന്യാകുമാരിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ മദ്രാസ് നിന്ന് എന്ത് ചെയ്യാണ്? കർണാടകത്തിലേക്ക് മദ്യം കൊണ്ടുപോവാണ്. അപ്പോൾ കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലത്തെ മദ്യമാണ് എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? കർണാടകത്തിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മൾ കേരളം വഴി പോകുന്നതാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ് എത്രയാണ്? ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, 15 ലിറ്റർ ആണ്. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ചുകൊണ്ട് കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ് ചോദിച്ചാൽ എത്രയാ? 15 ലിറ്റർ ആണ്. ഇനി ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കാനും നിഷ്കർഷിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കാനും നിഷ്കർഷിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ചോദിച്ചാൽ എത്രയാ? ഓപ്ഷൻ എ ആണ്, 23 വയസ്സ്. എത്രയാ? 23 വയസ്സാണ്. ഇനി 85ാമത്തെ ചോദ്യം: NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കുക. NDPS ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നമുക്ക് ശരിയായത് മാത്രം വായിക്കാം. 1, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കാനും ഭേദഗതി വരുത്താനും കൊണ്ടുവന്നതാണ് ഇത്?
നമ്മുടെ NDPS എന്ന് പറയുന്നത്. മയക്കുമരുന്ന് നിരോധന നിയമനിർമ്മാണം 1985 NDPS ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കാനും അതുപോലെ ഭേദഗതി വരുത്താനുമാണ്. രണ്ടാമത്തത് മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവ കടത്തുക വഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കൂടിയാണ് ഇത് NDPS ആക്ട്. എന്താ, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്ത് വഴി നേടിയ സ്വത്ത് കണ്ടെത്താനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? NDPS ആക്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തത് തെറ്റാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്താനും ഉപയോഗിക്കുന്ന ആക്ടാണ് ഇത് NDPS ആക്ട് 1985. അപ്പോൾ NDPS ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ NDPS ആക്ടിന്റെ ഉദ്ദേശം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കാനും ഭേദഗതി വരുത്താനുമാണ്. അതുപോലെ മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്ത് വഴി നേടിയ സ്വത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടുമാണ്. അതുപോലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്താൻ ഉപയോഗിക്കുന്ന ആക്ട് ചോദിച്ചാൽ ഏതാ? NDPS ആക്ട് ആണ്. ഇനി സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാദക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷൻ എ ആണ്. NDPS നിയമത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളും എന്താണ്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളാണ്. ഓപ്ഷൻ എ ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് NDPS ആക്ടിന്റെ നിയമത്തിന്റെ കീഴിൽ ഷെഡ്യൂൾ പ്രകാരം ഏതൊക്കെയാണോ ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ എന്താണ്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നതാണ്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്താ? NDPS ആക്ടിന്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ എന്താണ്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളാണ്. ഇനി കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തിയിട്ടുള്ള ഓഫീസ് ഏതാണ്? കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂള് പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തിയിട്ടുള്ള ഓഫീസ് ഏതാ? ഓപ്ഷൻ ബി ആണ്, കമ്മീഷണറുടെ ഓഫീസ് ആട്ടോ. ഏതാ? കമ്മീഷണറുടെ ഓഫീസാണ്. അപ്പോൾ അബ്കാരി ലോക്ക് ഇവിടെ ഓർത്തു നോക്കുക. അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അബ്കാരി ലോക്ക് കേട്ടോ. ഏതാ? അബ്കാരി ലോക്ക് നൽകാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തിയിട്ടുള്ള ഓഫീസ് ചോദിച്ചാൽ ഏതാ? അത് കമ്മീഷണറുടെ ഓഫീസാണ്. ഇനി കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENE അതാ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോള് ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂള് പ്രകാരം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് മാത്രമേ വായിക്കുന്നുള്ളൂ. ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം, ആകെ യാത്രക്ക് പരമാവധി 0.5%. അപ്പം 3ഉം 4ഉം മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. പഠിച്ചു വെക്കുക. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂള് പ്രകാരം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്ന് ചോദിച്ചാൽ ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതവും, അതുപോലെ ആകെ യാത്രയുടെ പരമാവധി എന്ന് ചോദിച്ചാൽ 0.5%. ഇനി കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂള് പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? സ്പിരിറ്റിന്റെ വീര്യം അളക്കലിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൂവ് എന്ന് പറയുന്നത്. പ്രൂവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പിരിറ്റിന്റെ വീര്യം അളക്കുന്നതിനെയാണ് പ്രൂവ് എന്ന് പറയുന്നത്. ഇനി കാലാവധി കഴിഞ്ഞ വിദേശ മദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കുന്നതിന് താഴെ പറയുന്ന ഏതൊക്കെ നിബന്ധനകളാണ് പാലിക്കേണ്ടത്? ഇത് PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യം ലൈസൻസ് 1 പ്രകാരം
FLI എന്ന് പറഞ്ഞാൽ ഫോറിൻ ലിക്വിഡ് കേട്ടോ. ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? അതായത് വിദേശ മദ്യം വിൽപ്പന നടത്താൻ ആർക്കൊക്കെ അധികാരമുണ്ട്? ആർക്കൊക്കെയാ ഉള്ളത്? ഒന്ന് പിന്നെ കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ ഉണ്ട്. കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ ഉണ്ട്. പിന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിനുണ്ട്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉണ്ട്. അപ്പോൾ കേരള ടൂറിസം ഡെവലപ്മെന്റ് എന്തില്ല? വിദേശ മദ്യം വിൽക്കാൻ അവകാശമില്ല. അപ്പം കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് പിന്നെ അധികാരപ്പെടുത്തിയത് ആർക്കൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ്, അതുപോലെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇനി താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. അപ്പൊ നമ്മൾ തെറ്റായ പ്രസ്താവന പഠിക്കുന്നില്ല, ശരിയായത് മാത്രം പഠിക്കാം. ഇതിൽ 3ഉം 4ഉം തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉമാണ്. 15.5% VV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കേട്ടോ. വോളിയം എന്നാണ്. 15.5% വോളിയം വരെ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ വൈൻ എന്ത് ചെയ്യാം? കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. 35 ഡിഗ്രി പിന്നെ UP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രൂഫ് പെർസെൻറ്റേജ് പറയുന്നത് കേട്ടോ. അതായത് 35 ഡിഗ്രി പ്രൂഫ് പെർസെൻറ്റേജ് ജീൻ വിദേശ മദ്യം കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വിൽപ്പന നടത്താവുന്നതാണ്. അപ്പോൾ ഈ 2 പ്രസ്താവനകളാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 3ഉം 4ഉം എന്താണ്? തെറ്റാണ്. ഇനി കോഡ്പാ നിയമപ്രകാരം താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. നമ്മൾ തെറ്റ് പഠിക്കുന്നില്ല, ശരിയായത് മാത്രം പഠിക്കാം. ഇതിൽ തെറ്റായിട്ടുള്ളത് 2ഉം 4ഉമാണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് അത് നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള പഠിക്കാം. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. 18 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടുള്ളതല്ല. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 100 മീറ്റർ വരെ അകത്ത് വരുന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാനും പാടുള്ളതല്ല. അപ്പം ഇതിൽ പിന്നെ അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടുള്ളതല്ല. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ള സ്ഥലത്ത് നിന്ന് 100 വരെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കച്ചവട സ്ഥാപനങ്ങളിൽ പിന്നെ പുകയില ഉൽപ്പന്നങ്ങളും വിൽക്കാൻ പാടുള്ളതല്ല. ഇനി കോഡ്പാ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായത് ഏതൊക്കെയാ? വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. കോഡ്പാ ആക്ടുമായി ബന്ധപ്പെട്ട് എന്താണ്? ശരിയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാലയത്തിന്റെ 100 മീറ്റർ പരിധിക്കുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത്. യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക കോഡ്പയുടെ ലക്ഷ്യമാണ്. പിന്നെ ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകയിലയുടെ ദൂഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ശരിയാണ്. നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക. അപ്പം കോഡ്പാ ആക്ടിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണെന്ന് വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകയിലയുടെ ദൂഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക. ഇതൊക്കെ എന്താണ്? കോഡ്പാ ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായതാണ്. ഇനി കോഡ്പാ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തെ തെറ്റാണ്. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായിട്ട് കാണുന്ന തരത്തിലായിരിക്കണം. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിലായിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തണം. അപ്പോൾ കോഡ്പാ ആക്ട് 2003 ബന്ധപ്പെട്ടിട്ട് പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് എന്തായിരിക്കണം? വ്യക്തമായിട്ട് കാണുന്ന തരത്തിലായിരിക്കണം. അതുപോലെ പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം എന്തായിരിക്കണം? വായിക്കാൻ തക്ക വലുപ്പത്തിലായിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും എന്ത് ചെയ്യണം? ഉപഭോക്താക്കൾ കാണുന്ന വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. ഇനി വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എന്തൊക്കെയാ? ഒന്ന്, 2016 നവംബർ 20 വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ ചോദിച്ചാൽ ആരാ? മുഖ്യമന്ത്രിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. ഇത് 3ഉമാണ് വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന. ഈ 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. എനിക്ക് തോന്നുന്നു അവരുദ്ദേശിച്ചത് വിമുക്തി പദ്ധതിയുടെ മോട്ടോയാണെന്ന് തോന്നുന്നുണ്ട്. ജീവിതം തന്നെ ലഹരി എന്നാണ് കേട്ടോ. ജീവിതം തന്നെ ലഹരി എന്നാണ്
വിമുക്തിയുടെ മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് ബാക്കി കൂടി പഠിച്ചു വെക്കാം. 2016 നവംബർ 20-നാണ് വിമുക്തി പദ്ധതി ആര് ഉദ്ഘാടനം ചെയ്തത്? കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ കൂടിയാണ് ആര്? മുഖ്യമന്ത്രി. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. ഇനി വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപിച്ചിരിക്കുന്ന വിപത്തായിട്ട് മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക. ശരിയാണ്. 2. നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ട് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുക. 4-മത്തത് തെറ്റാണ്. കാരണം ഇതിൽ സമ്പൂർണ്ണ മദ്യ നിരോധനം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സമ്പൂർണ്ണ മദ്യ നിരോധനം എന്നത് എന്തല്ല? വിമുക്തിയുടെ ലക്ഷ്യമല്ല കേട്ടോ. ഈ സമ്പൂർണ്ണ മദ്യ നിരോധനം വന്നതാണ് ഇതിൽ തെറ്റായത്. അങ്ങനെ ഒരു ലക്ഷ്യം എന്തില്ല? വിമുക്തി മിഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ പഠിച്ചു നോക്കുക. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപിച്ചിരിക്കുന്ന വിപത്തായിട്ട് മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ച് കൊണ്ടുവരിക. അതുപോലെ നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തിയിട്ട് ഇല്ലായ്മ ചെയ്യുക. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം എന്ത് ചെയ്യുക? സാക്ഷാത്കരിക്കുക. ഇതൊക്കെ എന്താണ്? വിമുക്തി മിഷന്റെ ലക്ഷ്യങ്ങളാണ്. ഇനി വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവയിൽ ആരൊക്കെ അംഗങ്ങളാണ്? വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവയിൽ ആരൊക്കെ അംഗങ്ങളാണ്? ആരൊക്കെയാ? 1. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ ജില്ലാ കലക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. ഈ വിമുക്തി മാനേജർ എന്ന് പറയുന്നത് തെറ്റാട്ടോ, ഇല്ല കേട്ടോ. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നതിൽ ആരൊക്കെ അംഗങ്ങളാണ്? വിമുക്തി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ചോദിച്ചാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കലക്ടർ, അതേപോലെ പിന്നെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കലക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. ഇനി 2 IT ചോദ്യങ്ങളാണ്. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് 2000-ലെ വിവര സാങ്കേതിക നിയമത്തിന്റെ വ്യവസ്ഥ എന്താണ്? 2000-ലെ വിവര സാങ്കേതിക നിയമത്തിന്റെ വ്യവസ്ഥ എന്താണ്? വകുപ്പ് 43, വകുപ്പ് 66 കേട്ടോ. വൈറസുമായി ബന്ധപ്പെട്ടതാണ് ഏതൊക്കെ? വകുപ്പ് 43, അതുപോലെ വകുപ്പ് 66. ഓപ്ഷൻ സി ആണ്. എയും ബിയുമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഇനി വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നത് കുട്ടിയുടെ പ്രായം എത്രയാണ്? വിവര സാങ്കേതിക IT ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികളുടെ അശ്ലീലം എന്ന കുറ്റകൃത്യത്തിന് കുട്ടിയുടെ പ്രായം എന്ന പരിധിയിൽ വരുന്ന പ്രായം ചോദിച്ചാൽ എത്രയാ? 18 വയസ്സിൽ താഴെയുള്ളവരെയൊക്കെ എന്താണ്? കുട്ടികളാണ്.